ഉദരം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ അഭിഷേകത്തിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും എല്ലാ കുടുംബങ്ങളിലേക്കും ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സ്വർഗത്തിൻ്റെ അത്യുന്നതമായ ശക്തി ഇടിമിന്നൽ പോലെ പ്രവഹിക്കട്ടെ. മന്ദത ബാധിച്ചിരിക്കുന്നവർ, മരവിപ്പിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, തീഷ്ണതയില്ലാത്തവർ, പ്രാർത്ഥിക്കാൻ ഹൃദയത്തുറവില്ലാത്തവർ, ദൈവിക ദാഹങ്ങളില്ലാത്തവർ, ദൈവത്തോട് അടുപ്പം തോന്നാത്തവർ, നിരീശ്വര ചിന്തയിൽ അകപ്പെട്ടിരിക്കുന്നവർ, ദൈവനിഷേധക്കാർ, തന്നിഷ്ടക്കാർ, ഏകാധിപത്യക്കാർ, ജഡിക പാപത്തിൽ മുഴുകിയിരിക്കുന്നവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് ഇപ്പോൾ ഹൃദയങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. ദൈവിക ദാഹം എല്ലാ ഹൃദയങ്ങളും അങ്കുരിക്കട്ടെ. അതിനായി ഹൃദയത്തെ ഉണർത്തുന്ന, അതിനായി ഹൃദയത്തെ അഭിഷേകം ചെയ്യുന്ന ദൈവത്തിൻ്റെ അത്യുന്നത ശക്തി, ഉയരങ്ങളിൽ നിന്നുള്ള ശക്തി, പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ ഇപ്പോൾ ആവസിക്കട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുത ശക്തി ആവസിക്കട്ടെ. ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി, ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. ഉന്നത ശക്തി വരുന്നു, പ്രാർത്ഥിക്കുക. ശക്തി, ഉന്നത ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. കുടുംബം ഒന്നിച്ച് കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഭവനത്തിലേക്ക് പ്രവഹിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി വംശത്തിലേക്ക്, പാരമ്പര്യത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് ഇപ്പോൾ അതിശക്തമായി വ്യാപരിക്കട്ടെ. തിന്മയെ തകർക്കുന്ന ശക്തി, സാത്താനെ ഓടിക്കുന്ന ശക്തി, പൈശാചിക പീഡകളെ ആട്ടിപ്പായിക്കുന്ന ശക്തി, ദൈവനിഷേധത്തെ തകർക്കുന്ന ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. സാത്താനെ ബന്ധിച്ച ശക്തി, സാത്താനെ ബന്ധിച്ച ശക്തി, സകല മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ശക്തി അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. സാത്താനെ ബന്ധിച്ച ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ശക്തി വരുന്നു, ദൈവപിതാവിൻ ശക്തി. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തി, പരിശുദ്ധാത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. ശക്തി. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ. ദാഹത്തോടെ എല്ലാ മക്കളും ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വംശങ്ങളെയും, എല്ലാ തലമുറകളെയും അനുഗ്രഹിക്കണമേ. എല്ലാ ജനപദങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രോഗ്രാമിന് വേണ്ടി ഇന്ന് ഉണർന്ന് കഷ്ടപ്പെട്ട് ഇതിനോട് ചേരുന്ന, ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും അത്യുന്നതമായ അഭിഷേക ശക്തി ഇപ്പോൾ പടരട്ടെ, ഇപ്പോൾ പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. പാപബന്ധനത്തിന്റെ ചങ്ങലകൾ മുറിഞ്ഞു വീഴട്ടെ. ദൈവത്തോട് അടുക്കാനുള്ള തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഈ നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. തിന്മയെ തകർത്ത ശക്തി, സാത്താനെ ബന്ധിച്ച
ശക്തി, തിന്മയെ തകർത്ത ശക്തി, സാത്താനെ ബന്ധിച്ച ശക്തി. എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മശക്തി. പരിശുദ്ധാത്മാവേ, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, ഇപ്പോൾ പരിശുദ്ധാത്മശക്തി, പരിശുദ്ധാത്മശക്തി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 25 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭഛിദ്രമോ നിങ്ങളുടെ നാട്ടിൽ പോലും ഉണ്ടായിരിക്കുകയില്ല. ഞാൻ നിനക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവ് ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ലഭിക്കുന്നതിൽ വെച്ച് ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലർക്കും ഒത്തിരി അധ്വാനിക്കാനുള്ള താല്പര്യമുണ്ട്, ഒത്തിരി കഠിനാധ്വാനം ചെയ്യാനുള്ള സ്വഭാവമുണ്ട്, ഒത്തിരി നന്നായി വായിക്കാനുള്ള സ്വഭാവമുണ്ട്, ഒത്തിരി നന്നായി മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള സ്വഭാവമുണ്ട്, രോഗികളെ നന്നായി പരിചരിക്കാനുള്ള സ്വഭാവമുണ്ട്. എന്നാൽ എല്ലാ സ്വഭാവങ്ങളേക്കാൾ ഉന്നതമായ കൃപയാണ്, ഉന്നതമായ സ്വഭാവമാണ് ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട പൈതലേ, അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ അഭിഷേകം ലഭിച്ചാൽ, ഒരു വ്യക്തിക്ക് ദൈവത്തെ മനസ്സ് ഹൃദയപൂർവ്വം ആരാധിക്കാൻ അഭിഷേകം ലഭിച്ചാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഭവം നിലയ്ക്കാത്ത പ്രവാഹമായി ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവം നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. സ്നിഗ എന്ന് പറഞ്ഞ ഈ കുട്ടി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ഓപ്പറേഷന് വിധേയമായതിനു ശേഷം നിരന്തര ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മെഡിസിൻ എടുത്തിരിക്കുമ്പോൾ ഒരു നാൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടിയെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ ഈ കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പം ഈ കുട്ടി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നു. 2006 ഏപ്രിൽ മാസം 23 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ കുട്ടിയും കുടുംബവും സഗിയോൻ ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ മകളുടെ ബ്രെയിൻ ട്യൂമറിനുള്ള ഓപ്പറേഷന് ശേഷം ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ ധ്യാനകേന്ദ്രത്തിലേക്ക് പോയത്. ഞങ്ങളുടെ മകളുടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അതിനുള്ള മെഡിസിൻ ഞങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മകളെക്കുറിച്ചുള്ള വേദന സമർപ്പിച്ച് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് കർത്താവിനെ ആരാധിച്ച് അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ പോയി സ്കാനിങ് നടത്തി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഓപ്പറേഷൻ നടന്ന ഭാഗത്ത് അസുഖത്തിൻ്റെതായ യാതൊരു ലക്ഷണവും ഇല്ലാത്ത വിധം പരിപൂർണ സൗഖ്യം ഞങ്ങളുടെ മോൾക്ക് യേശുക്രിസ്തു നൽകിയതായി കണ്ടെത്തി. ഈ വലിയ അനുഗ്രഹത്തിന് ഞങ്ങൾ കർത്താവിന് കോടാനുകോടി നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നതിന് ശക്തിയുണ്ട്, ആരാധിക്കുന്നതിന് വിലയുണ്ട്. ആരാധിക്കുമ്പോൾ വിടുതലും അഭിഷേകവും ശക്തിയും ദൈവകൃപകളും ആ കുടുംബത്തിൻ്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ പ്രവഹിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. മാറാനാത്ത പ്രോഗ്രാം കർത്താവ് ലോകത്തിന് വേണ്ടി സജ്ജീകരിക്കുമ്പോൾ കർത്താവ് നൽകിയിരുന്ന അതിശക്തമായൊരു പ്രേരണയാണ് മാറാനാത്ത പ്രോഗ്രാമിൽ ലോകം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കണമെന്നുള്ളത്. പ്രിയപ്പെട്ട പൈതലേ, നീ ഇന്ന് നിൻ്റെ മുറിയിലിരുന്ന് ഈ പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ അനേക ദേശങ്ങളിൽ അനേക ആയിരങ്ങളോടൊപ്പമാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ആയിരങ്ങളോടൊപ്പം ഈ നിമിഷം കർത്താവിനെ ആരാധിക്കും എന്ന ആഗ്രഹത്തോടെ എല്ലാ ശനിയാഴ്ചയും ഉണർന്നിരുന്ന് ഈ കൂട്ടായ്മയോട് ചേർന്നാൽ വലിയ അഭിഷേകം കർത്താവ് ഭവനത്തിൽ വർഷിക്കുക തന്നെ ചെയ്യും
ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം കർത്താവ് ഭവനത്തിൽ വർഷിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുവിൻ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കും എൻ്റെ കുടുംബത്തിനും അങ്ങേ ആരാധിക്കണം, എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അങ്ങേ ആരാധിക്കണം. അതിനുള്ള അഭിഷേകം, ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം എൻ്റെ കുടുംബത്തിലേക്ക് വർഷിക്കണമേ. ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ എൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് വർഷിക്കണമേ. കണ്ണടച്ച് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. ആരാധിക്കാനുള്ള അഭിഷേകം കർത്താവ് ഭവനങ്ങളിലേക്ക് നൽകുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം, ആരാധിക്കാനുള്ള അഭിഷേകം, ദൈവത്തെ ആരാധിക്കാനുള്ള അഭിഷേകം കുടുംബങ്ങളിൽ നിറയട്ടെ. നഷ്ടപ്പെട്ടു പോയ കൃപകൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന, അഭിമാനിക്കുന്ന കുടുംബമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ, മാറാനാത്ത. ദിവ്യകാരുണ്യ രൂപനായ ഈശോ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈ സമയം ആയിരക്കണക്കിന് വ്യക്തികളിലും കുടുംബങ്ങളിലും തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും കെട്ടുകൾ അഴിയുന്ന സമയമാണ്. ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തളം കെട്ടി കിടക്കുന്ന നിരവധിയായ ദുഃഖങ്ങളെയും മനോവിഷമങ്ങളെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും നഷ്ടബോധത്തെയും കുറ്റബോധത്തെയും എല്ലാം ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒത്തിരി കാലങ്ങളായി സൗഖ്യം കിട്ടാത്ത വേദനകൾക്ക് യേശു ക്രിസ്തുവിൽ നിന്ന് അത്ഭുത സൗഖ്യം ലഭിക്കുന്ന സമയമാണിത്. പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ വേദന, ഈ ലോകത്തിൽ ആരോടും തുറന്നു പറയാൻ പറ്റാത്ത മനസ്സിൽ കിടക്കുന്ന ദുഃഖങ്ങൾ ഇതാ യേശു ക്രിസ്തു അറിയുന്നു. എന്നെ അറിയാൻ ആരുമില്ല, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ആർക്കും മനസ്സിലാകുന്നില്ല, എന്നെ ആർക്കും വേണ്ട. ഏകാന്ത ചിന്തയിലേക്ക് കർത്താവ് കടന്നു വന്ന് സുഖപ്പെടുത്തുന്ന സമയമാണിത്. മകനെ, മകളെ, ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ, ആത്മീയമായി ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കുചേരുക. കണ്ണുനീരോടെ നിലവിളിക്കുന്നവർക്ക് കർത്താവിൻ്റെ സ്പർശനമുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ വിടുതലുണ്ട്. ഇപ്പോൾ അനേക കുടുംബങ്ങളിൽ നിന്ന് പൈശാചിക പീഡകൾ വിട്ടുപോകുന്ന സമയമാണ്. കല്ലുപോലെ കഠിനമായിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് തൊട്ട് മാംസളമാക്കുന്ന സമയമാണ്. എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു അനുഭവം കിട്ടുന്നില്ല എന്ന വേദനയോടെ ഇരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ കർത്താവ് തൊടുകയാണ്. ഇപ്പോൾ നിലവിളിക്കുക. കർത്താവിൻ്റെ പക്കലേക്ക് എല്ലാ വേദനകളും സമർപ്പിക്കുക. മനസ്സിൻ്റെ ഓരോ ദുഃഖവും, മനസ്സിൻ്റെ ഓരോ മുറിവുകളും ഒരുപാട് ദുരാത്മവ്യൂഹങ്ങളുടെ പ്രവർത്തന മേഖലകളായി മാറിയിരിക്കുന്നു. ഇന്ന് ആകുലത വിട്ടുപോകുന്നില്ല, ഇന്ന് കോപം വിട്ടുപോകുന്നില്ല, ഇന്ന് അരിശം വിട്ടുപോകുന്നില്ല, ഇന്ന് നിരാശ വിട്ടുപോകുന്നില്ല, ഇന്ന് സങ്കടം വിട്ടുപോകുന്നില്ല, ഇന്ന് ഏകാന്ത ദുഃഖങ്ങൾ വിട്ടുപോകുന്നില്ല. ഞാൻ ആകെ തടവറയിൽ അടയ്ക്കപ്പെട്ടതുപോലെ എല്ലാ വിപരീത വികാരങ്ങളുടെയും പീഡ അനുഭവിക്കുക. കർത്താവെ, ഞാനിന്ന് അങ്ങയുടെ നാമം വിളിക്കുമ്പോൾ അവിടുന്ന് അതിശക്തമായി കടന്നു വന്ന് എല്ലാ നാരകീയ സേനകളെയും, എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെയും, എല്ലാ അന്ധകാരാധിപത്യങ്ങളെയും തകർക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ 2 കരങ്ങളും യേശു ക്രിസ്തു കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി, യേശു ക്രിസ്തുവിൻ്റെ പക്കലേക്ക് 2 കരങ്ങൾ ഉയർത്തി അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് അതിശക്തിയോടെ യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, അതിശക്തമായി അത്ഭുതകരമായ ശക്തിയോടെ രാജാവായി കടന്നു വന്ന് എല്ലാ നാരകീയ സേനകളും തകർക്കണമേ, എല്ലാ ദുഷ്ടാത്മ ശക്തികളും തകർക്കണമേ, എല്ലാ അന്ധകാര സേനകളും തകർക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താന്റെ ശക്തികളെ എതിർക്കേണം, നാം എതിർക്കേണം. സാത്താന്റെ ശക്തികളെ
ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. യേശുവിന്റെ അത്ഭുത ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കുന്നു. ഉയരട്ടെ യേശു തിന്മയുടെ കോട്ടകൾ തകരുന്നു. യേശുവിൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എരിവോടെ പ്രാർത്ഥിക്കുന്നു. ഇതാ തിന്മയുടെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിനാ കോപത്തിന്റെ ഭയത്തിന്റെ നൈരാശ്യശക്തികളെ കോപത്തിന്റെ ഭയത്തിന്റെ നൈരാശ്യശക്തികളെ എല്ലാ വിപരീത ശക്തികളും നിർവീര്യമാകട്ടെ. നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോകാം. യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോകാം. ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. യേശുവിന്റെ നാമത്തിൽ സംഗതികൾ മുറിയട്ടെ. യേശുവിൻ നാമത്തിൽ കോട്ടകൾ തകരട്ടെ. യേശുവിൻ നാമത്തിൽ ദുഷ്ടാത്മാക്കൾ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ നിരാശ പോകട്ടെ. യേശുവിൻ ജയക്കൊടി. യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ. ഓരോ മകനും മകളും തീർന്നതയോടെ കർത്താവിനെ വിളിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിച്ച് പാരമ്പര്യമായ എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ. പാരമ്പര്യമായി എപ്പോഴും നിരാശയിരിക്കുന്നവർ, പാരമ്പര്യമായി ഏകാന്ത ദുഃഖങ്ങളിരിക്കുന്നവർ, പാരമ്പര്യമായി എപ്പോഴും വ്യസന സ്വഭാവമുള്ളവർ, പാരമ്പര്യമായി എപ്പോഴും മ്ലാനതയിലിരിക്കുന്നവർ, പാരമ്പര്യമായി എപ്പോഴും മനസ്സ് മൂടിക്കെട്ടിയിരിക്കുന്ന പ്രകൃതമുള്ളവർ, ആരോടും തുറന്ന് സംസാരിക്കാത്ത പ്രകൃതമുള്ളവർ, അടഞ്ഞ ഹൃദയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തിന്റെ ബന്ധനങ്ങൾ വിട്ടുമാറി മനസ്സിന്റെ കെട്ടുകൾ അഴിഞ്ഞ് അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സിന്റെ മേഖലകൾ പീഡിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളെ, അന്ധകാര സേനകളെ, പൈശാചിക പീഡകളെ നസറേനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ദൈവമക്കളുടെ ഹൃദയങ്ങൾ വിട്ട്, ദൈവമക്കളുടെ മനസ്സ് വിട്ട്, ദൈവമക്കളുടെ ഭവനങ്ങൾ വിട്ട് ഒഴിഞ്ഞു പോവുക. നിത്യാഗ്നിയിലേക്ക് പോവുക. ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിട്ടുപോകട്ടെ. യേശുവിൻ ജയക്കൊടി. യേശുവിൻ നാമത്തിനാ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ. ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാവാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാ. വെറുപ്പിന്റെ വൈരാഗ്യത്തിന്റെ എതിർപ്പിന്റെ ശക്തികളെ, വെറുപ്പിന്റെ വൈരാഗ്യത്തിന്റെ എതിർപ്പിന്റെ ശക്തികളെ സൗഖ്യമില്ലാത്ത വെറുപ്പ് സൗഖ്യമാകട്ടെ. കൽപ്പിക്കുന്നു വിട്ടുപോകാം. വൈരാഗ്യക്കെട്ടുകൾ അഴിയട്ടെ. നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോകാം. കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. എല്ലാ വെറുപ്പും വിദ്വേഷങ്ങളും യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. വെറുപ്പിന്റെ അരുവികൾ വിട്ടൊഴിയട്ടെ. ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ. എല്ലാ ദൈവമക്കളും ദിവ്യകാരുണ്യനാഥനായ യേശു കർത്താവിലേക്ക് കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടെ അവിടുത്തെ പരിശുദ്ധ നാമം വിളിക്കുക. അവിടുത്തെ നാമം വിളിക്കുന്ന എല്ലാവരുടെ മേൽ അവിടെ നിന്ന് സമ്പത്ത് വർഷിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങൾ എത്ര ദൂരെയായിരുന്നാലും, നിങ്ങൾ എത്ര അകലെയായിരുന്നാലും, ഇപ്പോൾ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളിൽ യേശുവിൻ്റെ അതിവശക്തി, അത്ഭുത ശക്തി വ്യാപരിച്ച് മനസ്സിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കെ പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
തലമുറകളിൽ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. തലമുറയായി കോപത്തിന്റെ, അരിശത്തിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, നിരാശയുടെ, ദുഃഖത്തിന്റെ, ആകുലതയുടെ പിടിയിലമർന്ന വംശങ്ങളെയും കുടുംബങ്ങളെയും പാരമ്പര്യങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകാന്ത ദുഃഖങ്ങൾ, നഷ്ടബോധം, കുറ്റബോധം, മനോവിഷമം, ആകുലത, ആത്മഹത്യ ചിന്തകൾ യേശുനാമത്തിൽ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സുകളുടെ കെട്ടുകൾ അഴിയട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ദൈവമക്കളുടെ ശരീരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ ഇപ്പോൾ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. തിരുരക്തത്താൽ കഴുകണമേ നിത്യാത്മാവേ എൻ ഹൃദയം. പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയമാക്കണമേ. പുതിയൊരു ഹൃദയം നൽകണമേ. ദൈവത്തിനാലയം ആക്കണമേ. ദൈവത്തിനാലയമാക്കണമേ. ഹല്ലേലൂയ മറനാത്ത. എൻ്റെ പേര് ഡിൽറ്റ്. പാലായിലെ 4ാം വർഷ സെമിനാരി വിദ്യാർത്ഥിയാണ്. 2003 മാർച്ച് 30-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് എൻ്റെ ചേച്ചിയുടെ ശരീരമാസകലം ഓരോ രോമകൂപത്തിനിടയിലൂടെയും ബ്ലഡ് ഇങ്ങനെ പനച്ചു വന്നു. പിന്നെ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇത്രയും വട്ടത്തിൽ, ഒരു വലിയ വട്ടത്തിൽ ഇവിടെ ഒരു കരിനീല കളറിൽ വന്നു. ആ സമയം തന്നെ മുതലക്കോട് ഹോളി ഫാമിലി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവരുടനെ തന്നെ ICU കയറ്റി. അവർ പറഞ്ഞത് ബ്ലഡിൽ കൗണ്ട് താന്നു പോയി. അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ എബവ് 1 ലക്ഷം, 1 ലക്ഷത്തിന് മുകളിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം വേണമെന്നാണ്. അത് വെറും 500 കുറഞ്ഞു. 500 താന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ജീവൻ പോകുന്ന സ്ഥിതിയിലായി. കാരണം എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം വീട്ടിലെ ഒറ്റപുത്രനാണ് ഞാൻ. ചേച്ചി ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. ചേച്ചി മരിച്ചാൽ ഞാനന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നെ വിളിച്ചിട്ട് എൻ്റെ കൂടെയുള്ള ആളിനെ നീ എടുത്തുകൊണ്ട് പോവുകയാണോ എന്ന്. കാരണം എൻ്റെ ദേവിടി തന്നെ ഒരു പക്ഷേ ബ്ലോക്കായി പോകുമായിരുന്നു അവിടെ. അന്ന് മുതലക്കൊടുങ്ങാർ ഒരു ദിവസം തന്നെ 5 കുപ്പി പ്ലേറ്റ്ലെറ്റ് കയറ്റി. പിറ്റേ ദിവസം 5 കുപ്പി കയറ്റി. അവർക്ക് ഒരു കുറവും വന്നില്ല. ഒരു കൗണ്ട് പോലും കൂടിയില്ല. ഉടനെ തന്നെ അവർ പറഞ്ഞു എറണാകുളം ലിസിയിലേക്ക് പോക്കോളാൻ. ലിസിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ ഡോക്ടറില്ല. അന്ന് രാത്രി 3 മണിക്ക് അവിടെ ചെന്നപ്പോൾ ഡോക്ടറില്ലെന്ന് പറഞ്ഞു. പിന്നെ കോട്ടയത്തിന് പോകുന്ന വഴിക്ക് ഞങ്ങൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കയറി. അവിടെ അന്നത്തെ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഹരിദാസ് അദ്ദേഹം പറഞ്ഞു ഇവരെ ട്രീറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അവരവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും 10 കുപ്പി പ്ലേറ്റ്ലെറ്റ് കയറ്റി. എന്നിട്ടും ഒട്ടും കൗണ്ട് കൂടിയില്ല. ഡോക്ടർ അടുത്ത് പടി പറഞ്ഞത് സർജറി ചെയ്യാം, ആളിനെ കിട്ടുമെന്ന കാര്യം സംശയമാണെന്ന്. എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു സൂചി വെച്ചൊരു കുഞ്ഞു കുത്ത് കിട്ടിയാൽ പോലും പേടിച്ച് കാറുന്ന ഒരാളിനോട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ചേച്ചി കട്ടിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അൽത്താരയുടെ മുമ്പിൽ നിന്ന് ഞാനും എൻ്റെ അമ്മയും പപ്പായും കൂടി വന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഡോക്ടർ ഒരു ഓശാന ഞായറാഴ്ചയാണ് പറഞ്ഞത് ഡേറ്റ്. ആ ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തു. ചേച്ചിയെ അറിയിച്ചില്ല. അറിയിച്ചാൽ ചേച്ചിയുടെ ഭയങ്കര പ്രശ്നമാകുമായിട്ട് ചേച്ചിയെ അറിയിച്ചില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയുണ്ടായിരുന്നു: ദൈവമേ, ചേച്ചിയുടെ ദേഹത്ത് ഒരു കത്തി വയ്ക്കാൻ അനുവദിക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചത്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി 1 മാസം കഴിയുമ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ലേക്ക് ഷോറിൽ പോയി കീഹോൾ സർജറി നടത്തണമെന്ന്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവമേ, നിനക്ക് സാധ്യമായിട്ടൊന്നുമില്ലല്ലോ എന്ന്.
അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട വട്ടായിലച്ഛനും ടീമും ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ വന്ന് ധ്യാനം നടത്തിയത്. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഞാൻ ഇടവപ്പള്ളിയിൽ ചെന്നു. ആദ്യത്തെ ദിവസത്തെ ആരാധനയുടെ സമയത്ത് ഞാൻ അവിടെ അച്ഛനോട് പോയി പറഞ്ഞു. അച്ഛൻ ആ സെക്കൻഡിൽ തന്നെ ഞാൻ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കയറി വന്നത്. ഓൾട്ടർ അച്ഛൻ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ ചേച്ചി ഇങ്ങനെ സീരിയസ് ആണ്, ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു. അച്ഛൻ അവിടെ നിന്ന് ഉടനെ വിളിച്ചു പറഞ്ഞു, ഡയാന എന്ന മോൾക്ക് വേണ്ടി നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കാൻ. ആ സെക്കൻഡിൽ ആ ഇടവക ജനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന. എൻ്റെ ചേച്ചിയെ എല്ലാവരും തന്നെ അറിയില്ലെങ്കിലും എന്നെ അറിയാത്ത ആൾക്കാർ ആടുവാൽ ഭൂരിഭാഗം കുറവാണ്. അവരാ ഡിൽറ്റിൻ്റെ ബ്രദർ ഡയാനയ്ക്ക് വേണ്ടി സിസ്റ്റർ ഡയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അച്ഛൻ കരമുയർത്തി ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ചേച്ചിക്ക് സൗഖ്യം കിട്ടി. പ്രിയപ്പെട്ടവരെ, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞ് ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വെറും 2 ആഴ്ച മാത്രമാണ് മരുന്ന് കഴിച്ചത്. യേശു തന്ന അത്ഭുത സൗഖ്യത്തിന് ഇന്നും ആ ചേച്ചി പ്രതിനിധിയുള്ളവളാണ്. സർവ്വവിധ ആരോഗ്യത്തോടെ ഇന്ന് ചേച്ചി ദൈവത്തിൻ്റെ പരിപാലനയിൽ കഴിയുന്നു. ദൈവം തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സന്തോഷത്തോടെ കരങ്ങളടിക്കാം. ദൈവം വലിയൊരു അത്ഭുതം ആ കുടുംബത്തിൽ ചെയ്തു. ബ്രദറിൻ്റെ സഹോദരിയെ അനുഗ്രഹിച്ചു. മരണകരമായ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് കർത്താവ് തിരികെ കൊണ്ടുവന്നു. Hallelujah, Maranatha.